നിന്നെയൊക്കെ PhD ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് വിളിച്ചിട്ട് വന്നതല്ലല്ലോ. ഇവിടെ PhD ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചിലതൊക്കെ അനുസരിക്കേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തിപ്പൊക്കോ. എന്നെ ഒരിക്കൽ പോലും ലാബ് ക്ലീൻ ചെയ്യാനല്ലാതെ ലാബിൽ കയറ്റിയിട്ടില്ല. ഫെലോഷിപ്പ് കിട്ടുന്ന പണം ഒറ്റയ്ക്ക് തിന്നുകയല്ലേ എന്നാണ് അവരുപയോഗിച്ച വാക്ക്. ഡോക്ടർ ഭരതൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പറയുകയുണ്ടായി, SC/ST സെല്ലിന് എൻ്റെ പരാതി സമർപ്പിക്കുകയും ഈ പരാതിയുമേൽ അന്വേഷണം നടന്ന് അതിൻ്റെ റിപ്പോർട്ട് എന്നെ എൻ്റെ അമ്മയും കാണിച്ചു എന്ന് പറയുന്നുണ്ടായി. എന്നാൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. SC/ST സെല്ലിൻ്റെ യാതൊരു റിപ്പോർട്ടും അങ്ങനെ ഞങ്ങളെ കാണിച്ചിട്ടില്ല. SFIയുടെ ഒരു നേതാവായ ഒരു കുട്ടിയായിരുന്നു ഇത്തരത്തിൽ ചെയ്യുന്ന, എൻ്റെ സീനിയർ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇവരുടെ മലമൂത്ര വിസർജ്യങ്ങളടക്കം ഞാൻ ക്ലീൻ ചെയ്യണം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുമുണ്ട്. അങ്ങനെ പിന്നെ ഷേവ് ചെയ്ത രോമങ്ങൾ ക്ലോസറ്റിൽ ഇട്ടിട്ടു അത് ഞാൻ ഫ്ലഷ് ചെയ്ത് കൊടുക്കണം. ഒരാഴ്ചയിലധികമുള്ള ഉപയോഗിച്ച സാനിറ്ററി നാപ്കിൻസ് കപ്പിൽ സൂക്ഷിച്ചു വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. കുറേ കാലം ഞാൻ അമ്മയോട് പരാതിപ്പെട്ടിരുന്നു. പിന്നെ അത് സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ മേട്രനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മേട്രൻ വന്ന് കണ്ട് അതിൻ്റെ ഫോട്ടോ അടക്കം എടുത്തിട്ടുണ്ട്. ഞാൻ അനഘ, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ പരിസ്ഥിതി പഠന വിഭാഗത്തിലെ ഗവേഷകയാണ്. 2024 മാർച്ച് മാസം 27-ാം തീയതിയാണ് ഞാൻ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ പരിസ്ഥിതി പഠന വിഭാഗത്തിൽ ഗവേഷകയായിട്ട് ജോയിൻ ചെയ്തത്. അന്ന് മുതൽ ഇതുവരെ എൻ്റെ ഡോക്ടറൽ കമ്മിറ്റി നടത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഞാൻ വന്ന വർഷം മുതൽ എന്നെ കൊണ്ട് ആകെ ചെയ്യിച്ചത് തൂപ്പുപണി മുതലായ ജോലികളാണ്. ലാബിലെയും MSc ക്ലാസ് റൂംസിലെ അടക്കം എല്ലാ തൂപ്പുപണികളും എന്നെ കൊണ്ടാണ് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. ഇത് കൂടാതെ ലാബിലേക്ക് പുതിയതായിട്ട് വാങ്ങിയ കുറേ അധികം ഗ്ലാസ് വെയർസ് അടങ്ങിയ പെട്ടികളും മറ്റും എടുക്കാനും ഈ കൊണ്ടുവന്ന ഗ്ലാസ് വെയർസിന്റെ കണക്കെടുക്കാനും അവ കഴുകി വൃത്തിയാക്കി വെക്കാനും മറ്റും എന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറെ കാലം ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പൊടിത്തുടപ്പിക്കലിന്റെ ഭാഗമായിട്ട് അസുഖങ്ങൾ വരാൻ തുടങ്ങുകയും പിന്നീട് എനിക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ സ്കൂൾ ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ അരുൺ ബാബുവിനെ അറിയിക്കുകയും ചെയ്തു. ഇദ്ദേഹം തന്നെയാണ് എൻ്റെ റിസർച്ച് ഗൈഡും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ തൊഴിൽ തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. എനിക്ക് അക്കാദമികമായിട്ട് യാതൊരു സഹായങ്ങളും ഇദ്ദേഹം ചെയ്തു തന്നിരുന്നില്ല. ഞാൻ കൊടുക്കുന്ന സിനോപ്സിസുകളെല്ലാം തന്നെ റിജക്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇവയൊന്നും തിരുത്താനോ വായിച്ചു നോക്കാൻ പോലും ഇദ്ദേഹം റെഡി ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ഐഡിയ തരലല്ല എൻ്റെ ജോലി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ പലതരത്തിൽ എന്നോട് പലപ്പോഴായി എൻ്റെ ജാതി ചോദിക്കുകയും മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് എൻ്റെ ജാതി പറയിക്കുകയും എനിക്ക് നെറ്റും ഫെലോഷിപ്പും മറ്റും കിട്ടുന്നതെല്ലാം എൻ്റെ ജാതി കാരണമാണ് എനിക്ക് കിട്ടുന്നതെന്നും നിന്നെപ്പോലെയുള്ളവര് ഇവിടെയല്ല വല്ല ഇഗ്നോയിലും പോയി PhD ചെയ്തോ, ഈ രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ ഒരാവശ്യത്തിന് വേണ്ടി എനിക്കൊരു കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഡോക്ടർ അരുൺ ബാബുവിന്റെ ഒപ്പിന് വേണ്ടി അവിടെ ചെന്ന സമയത്ത് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, നിന്നെയൊക്കെ PhD ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് വിളിച്ചിട്ട് വന്നതല്ലല്ലോ. ഇവിടെ PhD ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചിലതൊക്കെ അനുസരിക്കേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തിപ്പൊക്കോ, എവിടെയാന്ന് വെച്ചാൽ ഇഗ്നോയിലോ എവിടെയാന്ന് വെച്ചാൽ പോയി പഠിച്ചോ. ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ അനുസരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഓഡിറ്റിന്റെ സമയത്ത് ഇദ്ദേഹത്തിന് എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്നും അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിൽ എനിക്ക് കിട്ടിയ KCSTയുടെ ഫെലോഷിപ്പ് മുഴുവൻ തുകയും ഞാൻ തിരിച്ചടക്കേണ്ടി വരുമെന്നും അത് കൂടാതെ നഷ്ടപരിഹാരം പോലെ കൂടുതൽ തുക വീണ്ടും ഞാൻ അടയ്ക്കേണ്ടി വരുമെന്നും ഡോക്ടർ അരുൺ ബാബു എന്നോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ എന്നെ ഒരിക്കൽ പോലും ലാബ് ക്ലീൻ ചെയ്യാനല്ലാതെ ലാബിൽ കയറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പലതവണയായിട്ട് അപേക്ഷകൾ കൊടുത്തു എനിക്ക് ലാബ് അനുവദിക്കണമെന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെനിക്ക് ലാബ് തരുന്നില്ല. അത് കൂടാതെ മെഷീൻസ്, ലക്ഷങ്ങൾ വിലയുള്ള പല മെഷീൻസും ഞാൻ ഒറ്റയ്ക്ക് വാങ്ങണം. ഫെലോഷിപ്പ് കിട്ടുന്ന പണം ഒറ്റയ്ക്ക് തിന്നുകയല്ലേ എന്നാണ് അവരുപയോഗിച്ച വാക്ക്. അപ്പോൾ ആ രീതിയിലാണ് അവർ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഞാൻ തനിയെ വാങ്ങി ചെയ്യണം അങ്ങനെയാണ് പറയുന്നത്. ഫീൽഡ് വർക്കിന് പോകാനാണെങ്കിൽ ഇവരെന്നെ വിടുന്നുണ്ടായിരുന്നില്ല. അവർ ഗവേഷണപരമായി യാതൊരു സഹായം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തം നിലയിൽ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാമെന്ന നിലയിൽ ചെയ്യുമ്പോൾ പുറത്ത് ഫീൽഡ് വർക്കിന് പോകാൻ ഡോക്ടർ അരുൺ ബാബു ആദ്യം പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും പറയുന്നു. എന്നാൽ ഇതിനെല്ലാം ഉള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഡോക്ടർ അരുൺ ബാബുവും അതുപോലെ സർവകലാശാലയും എനിക്കെതിരായിട്ടുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. ഇത്ര നാളായിട്ട് എൻ്റെ ഡോക്ടറൽ കമ്മിറ്റി നടക്കുന്നില്ല. യൂണിവേഴ്സിറ്റിയിലുണ്ടായ പ്രശ്നങ്ങളെ പറ്റി യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ, VC, റിസർച്ച് ഡയറക്ടർ തുടങ്ങിയ എല്ലാവർക്കും പരാതി കൊടുത്തിരുന്നു. SC/ST സെല്ലിനും പരാതി കൊടുത്തിരുന്നു. എന്നാൽ യാതൊരു നടപടികളും ഉണ്ടായില്ല. വീണ്ടും പരാതികൾ കൊടുത്തിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. 2025 മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നത
വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിക്കും പരാതി കൊടുത്തിരുന്നു. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. ഈ വർഷം വീണ്ടും ഈ പുതിയ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കും ഇത്തരത്തിൽ പരാതി അയച്ചിട്ടുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്കും ഈ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തതിൽ അവർ SC/ST അട്രോസിറ്റി ആക്ട് ഇടാൻ തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെ റാഗിങ്ങും അവർ എഴുതാൻ തയ്യാറായിരുന്നില്ല. മൊഴി മാറ്റാനുള്ള ഒരു ശ്രമവും അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് പലപ്പോഴായി പരാതി ഉന്നയിച്ചിട്ടും യാതൊരു നടപടികളും ഉണ്ടാകാതെ വന്നപ്പോൾ ഞാനിത് പുറത്തേക്ക് പറയുകയും മറ്റും ചെയ്തപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ചാനലിൽ വന്ന ഒരു ഇന്റർവ്യൂവിൽ രാവിലെ വന്ന ലൈവില് ഡോക്ടർ ഭരതൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പറയുകയുണ്ടായി, SC/ST സെല്ലിന് എൻ്റെ പരാതി സമർപ്പിക്കുകയും ഈ പരാതിയുമേൽ അന്വേഷണം നടന്ന് അതിൻ്റെ റിപ്പോർട്ട് എന്നെ എൻ്റെ അമ്മയും കാണിച്ചു എന്ന് പറയുന്നുണ്ടായി. എന്നാൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. SC/ST സെല്ലിൻ്റെ യാതൊരു റിപ്പോർട്ടും അങ്ങനെ ഞങ്ങളെ കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരു തെളിവ്, ഒരു മെമ്മോ പോലും കാണിക്കാൻ ഡോക്ടർ ഭരതന് കഴിയില്ല. രണ്ടാമതായി പറയുന്നത് ഡോക്ടർ അരുൺ ബാബുവിന് ഞാൻ കൊടുത്ത വിഷയത്തിലല്ല സ്പെഷ്യലൈസേഷൻ എന്നാണ്. ഞാൻ കൊടുത്തത് മൈക്രോപ്ലാസ്റ്റിക് ആണ്. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഡോക്ടർ അരുൺ ബാബുവിന് മൈക്രോപ്ലാസ്റ്റിക്കിലാണ് വൈദഗ്ധ്യം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഞാൻ സിനോപ്സിസ് കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു. ഞാൻ പലപ്പോഴായി സിനോപ്സിസ് കൊടുത്തതിന് തെളിവ് എനിക്ക് കാണിക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഉണ്ടായ പ്രശ്നങ്ങളെ പറ്റി മൊഴി കൊടുത്തിരിക്കുന്ന വിജയ് എന്നൊരു സാറ്, അതായത് ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന്റെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഇദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും തന്നെ അറിയാമായിരുന്നു. അപ്പോൾ കാസ്റ്റ് പരമായി എന്നെ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തയായി കണ്ടതും, എന്നെ കൊണ്ട് അവിടെ പണിയെടുപ്പിച്ചതും ക്ലീനിങ് നടത്തിയതും, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിനകത്ത് ഒരു വിദ്യാർത്ഥിനി എന്നെ കൊണ്ട് ടോയ്ലറ്റ് ക്ലീനിങ് അടക്കം ചെയ്യിച്ചിട്ടുണ്ട്. അവർ ഉപയോഗിച്ച സാനിറ്ററി നാപ്കിനുകൾ ഒരാഴ്ചയിലധികം ഉള്ളതടക്കം കൂട്ടിവെച്ച് എന്നെ കൊണ്ട് വൃത്തിയാക്കിപ്പിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ മേട്രനും അറിയാം, അവരത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം അന്നേ ഈ വിജയ് സാറിന് അറിയാമായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഇത് പറയുന്നുണ്ട്. ആ മൊഴികള് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മുന്നേ വന്നു എന്ന് പറയുന്ന ഈ റിപ്പോർട്ടിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും 2025 ഡേറ്റ് വെച്ച് യൂണിവേഴ്സിറ്റി അധികാരികളും അതുപോലെ SC/ST സെല്ലിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഡോക്ടർ KV ശശിയും ചേർന്ന് കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് വെച്ച് ഈ വർഷം വളച്ചൊടിച്ച മൊഴി തയ്യാറാക്കുകയും പഴയ ഡേറ്റ് വെക്കാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഇത്തരത്തിൽ നുണ പറയുകയും കള്ള തെളിവുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അവർ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ്. അതുപോലെ ഡോക്ടർ അരുൺ ബാബുവും ഡോക്ടർ ചേനി വർഗീസും ചേർന്നാണ് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അവർ എന്നെ ജാതിപരമായും നിറപരമായും വിവേചനപരമായിട്ടാണ് കണ്ടിരുന്നത്. ഡോക്ടർ അരുൺ ബാബു ഈ കാര്യങ്ങളെല്ലാം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കറുത്ത സ്ത്രീകളെ ഇഷ്ടമല്ലെന്നും സ്ത്രീകള് ഭർത്താവിനെ അലക്കുന്ന ബുദ്ധിയില്ലാത്ത ഏതോ ഒരു മൂലകമാണെന്നും അവർക്ക് സ്വർണത്തിനോടും പണത്തിനോടും പ്ലാറ്റിനത്തിനോടും ഒക്കെയാണ് അഫിനിറ്റി കൂടുതലെന്നും ഒറ്റയ്ക്ക് വെച്ചാൽ അപ്രത്യക്ഷമാകുമെന്നും എപ്പോഴും കണ്ണാടിയുടെ മുമ്പിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന അങ്ങനെ ഒരു ജീവിയായിട്ടാണ് ഡോക്ടർ അരുൺ ബാബു സ്ത്രീകളെ കണക്കാക്കുന്നത്. അതുകൂടാതെ സ്ത്രീകൾ എന്ന വെളുത്തിരിക്കുക മാത്രമാണ് അവർക്ക് ഗുണമെന്നാണ് ഡോക്ടർ അരുൺ ബാബു കരുതുന്നത്. അദ്ദേഹം അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തോ സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാം വെളുത്തവരായിരുന്നു, പക്ഷെ ഇദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചവർ മാത്രം കറുത്തവരായിരുന്നു. അതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടെന്നുള്ള രീതിയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തില് ഉള്ള ചിന്താഗതിയുള്ള ആളുകളാണ് ഡിപ്പാർട്ട്മെന്റിൽ. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ റാഗിങ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ SFIയുടെ ഒരു നേതാവായ ഒരു കുട്ടിയായിരുന്നു ഇത്തരത്തിൽ ചെയ്യുന്ന, എൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇവരുടെ മലമൂത്ര വിസർജ്യങ്ങളടക്കം ഞാൻ ക്ലീൻ ചെയ്യണം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുമുണ്ട്. അങ്ങനെ പിന്നെ ഷേവ് ചെയ്ത രോമങ്ങൾ ക്ലോസറ്റിൽ ഇട്ടിട്ടു അത് ഞാൻ ഫ്ലഷ് ചെയ്ത് കൊടുക്കണം. ഒരാഴ്ചയിലധികമുള്ള ഉപയോഗിച്ച സാനിറ്ററി നാപ്കിൻസ് കപ്പിൽ സൂക്ഷിച്ചു വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. കുറേ കാലം ഞാൻ അമ്മയോട് പരാതിപ്പെട്ടിരുന്നു. പിന്നെ അത് സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ മേട്രനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മേട്രൻ വന്ന് കണ്ട് അതിന്റെ ഫോട്ടോ അടക്കം എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അധികരിച്ചു വരികയും പിന്നീട് അവരെൻ്റെ വസ്ത്രങ്ങൾ നശിപ്പിക്കുക, എൻ്റെ ചെരുപ്പുകൾ നശിപ്പിക്കുക, ലാപ്ടോപ്പ് നശിപ്പിക്കുക, ഫോണിന്റെ ചാർജർ പിരിച്ചൊടിക്കുക, പുറത്ത് നാളെ കൊണ്ടുവന്ന് എന്നെ ആക്രമിക്കുമെന്ന് പറയാ, എന്നെ ഹോസ്റ്റൽ വിട്ട് പുറത്തേക്ക് മാറണം എന്ന് നിർബന്ധിക്കുക, റൂമിനകത്ത് മേശയിട്ട് പഠിക്കാൻ അനുവദിക്കില്ല, പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പാനിക് അറ്റാക്ക് വരുമെന്ന് പറയാ, അങ്ങനെ പലതരത്തില് പറയുന്നുണ്ട്. ഇവർക്ക് പാനിക് അറ്റാക്ക് ഇഷ്യൂസ് ഇല്ലെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. എന്നെ ആ റൂമിൽ നിന്ന് മാറ്റണം. എനിക്ക് ഇടയ്ക്ക് ഡിപ്രഷൻ വന്നു ഡോക്ടർ അരുൺ ബാബുവിന്റെ ഉപദ്രവം കാരണം. അപ്പോൾ അത്തരത്തിൽ എനിക്ക് ഡിപ്രഷൻ വന്നത് നന്നായി, അതുകൊണ്ട് ഞാൻ ആ റൂമിൽ നിന്ന് പോകുമല്ലോ എന്ന് ഒരു
കുട്ടിയോട് ഇവർ പറയുന്നത് മറ്റൊരു വിദ്യാർത്ഥി കേൾക്കുകയും അദ്ദേഹം മൊഴി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കാണിച്ചുകൊണ്ട് ഈ ഒരു വിദ്യാർത്ഥിനി എന്നെ ഉപദ്രവിക്കുന്ന കാര്യം ഞാൻ പോലീസിലും മറ്റും പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യൂണിവേഴ്സിറ്റിയിലെ ചില അധ്യാപകരും ഞാൻ പരാതി കൊടുത്ത ആ SFI നേതാവായ വിദ്യാർത്ഥിനിയുടെ ഗൈഡും എൻ്റെ നാട്ടിലേക്ക് വിളിക്കുകയും അവര് ഞാനൊരു മാനസിക രോഗിയാണെന്നും ഞാൻ SFIയുടെ ഒരു മുതിർന്ന നേതാവിനെതിരെ പരാതി കൊടുത്തെന്ന് പറഞ്ഞ് പല രാഷ്ട്രീയ നേതാക്കന്മാരും വിളിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഒരാൾ തിരൂർ ഏരിയ സെക്രട്ടറി ആയിരുന്നു. ആ പരാതിയിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ നാട്ടിലെ പാർട്ടി നേതാക്കളെ വിളിച്ചു പറയുകയും ആ നേതാക്കന്മാരെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കോളുകളെല്ലാം റെക്കോർഡഡ് ആണ്. അത് എനിക്ക് തെളിവായിട്ട് കാണിക്കാൻ പറ്റും. ഡോക്ടർ അനിൽ ചേലേമ്പ്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ എൻ്റെ നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത്. പിന്നെ SFIക്കാരെ വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ നാട്ടിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പാർട്ടിക്കാരെ ഇത്തരത്തിൽ വിളിച്ചിട്ടുണ്ട്. മലപ്പുറം ഏരിയ സെക്രട്ടറിയെ വിളിച്ച് SFIക്കാരെ ഇത്തരത്തിൽ പരാതി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സപ്പോർട്ട് തരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സാക്ഷി പറഞ്ഞ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. അവരുടെ വീട്ടിലേക്ക് അടക്കം വിളിച്ച് വധഭീഷണി നടത്തിയിട്ടുണ്ട്. അവരുടെ അച്ഛനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, അമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഭീഷണികൾ അടക്കം വരുന്നുണ്ട്. കോഴ്സ് വർക്ക് കഴിഞ്ഞ് 6 മാസം കൊണ്ട് തീർക്കേണ്ട എൻ്റെ ഡോക്ടറൽ കമ്മിറ്റി 2.5 വർഷമായിട്ട് ഇതുവരെ നടത്തിയിട്ടില്ല. എൻ്റെ ബാച്ചിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഡോക്ടറൽ കമ്മിറ്റി കഴിഞ്ഞു. എൻ്റെ മാത്രം 2.5 വർഷമായിട്ട് ഇതുവരെ ഡോക്ടറൽ കമ്മിറ്റി നടന്നിട്ടില്ല. ഞാൻ പലപ്പോഴായി അപേക്ഷ വെച്ചിട്ടും സിനോപ്സിസുകൾ 5 തവണ പല വിഷയത്തിൽ ഇങ്ങനെ മാറി മാറി കൊടുത്തിട്ടും എൻ്റെ ഡോക്ടറൽ കമ്മിറ്റി മാത്രം ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ എൻ്റെ നിലവിലെ ആവശ്യം എൻ്റെ ഡോക്ടറൽ കമ്മിറ്റി എത്രയും പെട്ടെന്ന് നടത്തി തരിക. എൻ്റെ ഫെലോഷിപ്പ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് കിട്ടണമെങ്കിൽ എനിക്ക് ആനുവൽ റിപ്പോർട്ട് വേണം. ആ ആനുവൽ റിപ്പോർട്ട് എനിക്ക് തരിക. എനിക്ക് ലാബ് സൗകര്യങ്ങൾ അനുവദിക്കുക. എന്നെ ഗവേഷണം തുടരാൻ അനുവദിക്കുക. എന്നെ ഉപദ്രവിച്ച ആളുകൾക്കെതിരെ നടപടി എടുക്കുക. ഇതാണ് എൻ്റെ ആവശ്യം.